Karanachi Little Flower ALP School celebrates 71 years of excellence, spreading the goodness of knowledge and fostering the hope. Founded in the mid-20th century during a time of migration and struggle, Kunnumal Tarikutti Haji established the school with a simple yet powerful vision to ensure that education remained a guiding light in the community. Over the year, the school functioned under different management units until 1992, when it was taken over by the Batheri Diocese under the guidance of late Cyril Baselios Metropolitan with the visionary leadership of Baselios Metropolitan. The school witnessed significant development, including new building and more improved infrastructure. For more than 3 decades, it has been functioning efficiently under the Batheri Diocese Corporate Education Agency, continuing its mission of academic excellence and holistic education. അഭിമാനകരമായ നേട്ടത്തോടെയാണ് നാം 2024-25 അധ്യയന വർഷം ആരംഭിച്ചത്. കഴിഞ്ഞ വർഷത്തെ LSS പരീക്ഷയിൽ നമ്മുടെ 6 കുട്ടികൾ സ്കോളർഷിപ്പിന് അർഹരായി. എടക്കര ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവുമധികം LSS നേടിയ വിദ്യാലയമായി നമ്മൾ മാറി. കുട്ടികളുടെ മികവിന് പിന്നിൽ കഠിനാധ്വാനം ചെയ്ത ജസ്നി ടീച്ചറുടെ നേതൃത്വത്തിലുള്ള അധ്യാപകരെ സ്നേഹോഷ്മളമായി അഭിവാദ്യം ചെയ്യുന്നു. ഈ വർഷവും LSS പരീക്ഷയ്ക്കുള്ള പരിശീലനം മികച്ച നിലയിൽ നടന്നുവരുന്നു. അവധിക്കാല അധ്യാപക പരിശീലനത്തിനു ശേഷം മെയ് മാസത്തിൽ തന്നെ SRG യോഗം ചേരുകയും പുതിയ അധ്യയന വർഷത്തെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ആസൂത്രണം സൂക്ഷ്മതലത്തിൽ നിർവഹിക്കുകയും ചെയ്തു. പരിചയസമ്പന്നരും സമർപ്പിതരുമായ അധ്യാപകരാണ് നമ്മുടെ വിദ്യാലയത്തിന്റെ സമ്പത്ത്. 32 വർഷത്തെ ദീർഘമായ അധ്യാപന പരിചയമുള്ള ശ്രീ റെന്നി വർഗീസ് സാറിന്റെ നേതൃത്വത്തിൽ നമ്മുടെ വിദ്യാലയത്തിൽ 12 അധ്യാപകരാണ് പ്രവർത്തിക്കുന്നത്. സീനിയർ അസിസ്റ്റന്റ് ശ്രീമതി ഹാൻസി കെ ജോയ്, ശ്രീ EA മാർക്കോസ്, ശ്രീമതി മേരി എമ്മോ, ശ്രീ സജി ജോൺ, ശ്രീമതി ഷീന തോമസ്, അറബിക് അധ്യാപകനായ ശ്രീ അബ്ദുൾ ജബാൽ, ശ്രീമതി ജസ്നി ജോസ്, ശ്രീമതി സോണി ടോം, ശ്രീ യജിൻ ജോർജ്, ശ്രീമതി ജിഷി ജോസഫ് എന്നിവരും HTV പോസ്റ്റിൽ ജോലി ചെയ്യുന്ന ശ്രീ ജോർജ് ജോസഫുമാണ് നമ്മുടെ അധ്യാപകർ. കമ്പ്യൂട്ടർ അധ്യാപികയായി ശ്രീമതി തുളസി പ്രവർത്തിക്കുന്നു. വിവിധ സമയങ്ങളിൽ ലീവ് വേക്കൻസിയിൽ ശ്രീമതി മഞ്ജു സജി, ശ്രീമതി റീന എന്നിവരും ഈ വർഷം നമ്മുടെ വിദ്യാലയത്തിൽ പ്രവർത്തിക്കുകയുണ്ടായി. ഇവരോടൊപ്പം 25 വർഷമായി നമ്മുടെ പാചകപ്പുരയിൽ നിസ്വാർത്ഥ സേവനം നടത്തുന്ന ശ്രീമതി ഫാത്തിമയും ആയയായി പ്രവർത്തിക്കുന്ന ശ്രീമതി നജ്മയും നമ്മുടെ വിദ്യാലയത്തിന്റെ ഭാഗമാണ്. നമ്മുടെ വിദ്യാലയത്തിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും അധ്യാപകരോടൊപ്പവും അധ്യാപകർക്ക് മുന്നിലും നിന്ന് പ്രവർത്തിക്കുന്ന വാർഡ് മെമ്പർ ശ്രീ P മോഹനൻ നമ്മുടെ വിദ്യാലയത്തിന്റെ സ്വകാര്യ അഹങ്കാരമാണ്. ഒരു ജനപ്രതിനിധി സ്വന്തം വാർഡിലെ വിദ്യാലയത്തെ സ്വന്തം വീട് പോലെയാണ് കണക്കാക്കേണ്ടത് എന്ന നല്ല പാഠം ഈ വാർഡ് മെമ്പറിൽ നിന്നും പഠിച്ചെടുക്കാവുന്നതാണ്. എടക്കര ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ 6 LP സ്കൂളാണ് നിലവിലുള്ളത്. ഞാൻ പ്രദാനം ചെയ്യുന്ന എൻ്റെ വാർഡിൻ്റെ ഉള്ളിലുള്ള സ്കൂളാണ് കരുന്നിച്ചി ലിറ്റിൽ ഫ്ലവർ സ്കൂള്. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രൂപത്തിലുള്ള പുരോഗതിയാണ് എടക്കര പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഈ 2ാം വാർഡിലെ ഈ LP സ്കൂളിൽ ഇവിടുത്തെ അധ്യാപകരുടെയും അതുപോലെ രക്ഷിതാക്കളുടെയും മാനേജ്മെൻറ്റിൻ്റെയും നാട്ടുകാരുടെയും എല്ലാവരുടെ സഹായത്തോടെ വലിയ രൂപത്തിലുള്ള മുന്നേറ്റമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ ക്ഷേമവും പഠന മികവും ലക്ഷ്യം വെച്ചുകൊണ്ട് അധ്യാപകർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന മികച്ച ഒരു PTA കമ്മിറ്റിയും MTA കമ്മിറ്റിയുമാണ് നമ്മുടെ വിദ്യാലയത്തിനുള്ളത്. പൊതുവിദ്യാഭ്യാസത്തിന്റെ സാധ്യതയെക്കുറിച്ചും ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും നല്ല ധാരണയുള്ള രക്ഷിതാക്കളുടെ ഒരു സംഘമാണ് 2 രക്ഷകർതൃ സമിതികളെയും നയിക്കുന്നത്. 2024 ജൂൺ 17 ചേർന്ന അധ്യാപക രക്ഷകർതൃ സമിതിയുടെ വാർഷിക ജനറൽ ബോഡി യോഗം ശ്രീ മെൽവിൻ ആന്റണി പ്രസിഡന്റും ശ്രീ സമീർ ചൂണ്ടപ്പറമ്പിൽ വൈസ് പ്രസിഡന്റുമായ PTA കമ്മിറ്റിയെയും ശ്രീമതി പ്രനിത ബൈജു പ്രസിഡന്റും ശ്രീമതി ഷൈബി ബിനു വൈസ് പ്രസിഡന്റുമായ MTA കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ഈ കമ്മിറ്റിയാണ് ഈ വർഷം നമ്മുടെ വിദ്യാലയത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അധ്യയന വർഷം പ്രവേശനോത്സവത്തോടെ ജൂൺ 3 ആരംഭിച്ചു. പരിഭ്രമിച്ചും നാണിച്ചും കരഞ്ഞും ചിരിച്ചുമെത്തിയ കുരുന്നുകൾക്ക് സമ്മാനക്കുട്ടകളും തൊപ്പിയും ബലൂണും മധുരവും നൽകി താലം പിടിച്ച ചേച്ചിമാർ സ്കൂളിലേക്ക് സ്വീകരിച്ചു. വാർഡ് മെമ്പർ ശ്രീ P മോഹനൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പായസം വിതരണം ചെയ്തുകൊണ്ട് ആദ്യ ദിന ആഘോഷം രസപ്രദവും രുചിപ്രദവുമാക്കി മാറ്റി.
എല്ലാ തിങ്കളാഴ്ചയുമാണ് സ്കൂൾ അസംബ്ലി ചേരുന്നത്. ആ ആഴ്ചയിലെ സവിശേഷതകളും ഓർമ്മിക്കേണ്ട കാര്യങ്ങളും പ്രധാനാധ്യാപകൻ കുട്ടികളുമായി പങ്കുവെക്കുന്നതും പത്രവാർത്തകളെ അടിസ്ഥാനമാക്കിയുള്ള ആഴ്ച ക്വിസ് നടത്തുന്നതും അസംബ്ലിയിൽ വെച്ചാണ്. പത്രവാർത്താ ക്വിസിൽ ശരിയുത്തരം പറയുന്ന മുഴുവൻ കുട്ടികൾക്കും തത്സമയം സമ്മാനങ്ങൾ നൽകുന്നു. വളരെ ആവേശത്തോടെയാണ് കുട്ടികൾ പ്രശ്നോത്തരിയിൽ പങ്കെടുക്കുന്നത്. ജൂൺ 5 വിദ്യാലയ വളപ്പിൽ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് 4ാം ക്ലാസ്സിലെ കുട്ടികളും അധ്യാപകരും പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക അസംബ്ലിയും ചേർന്നിരുന്നു. ഈ വർഷത്തെ വായനാ ദിനവും വായനാവാരവും വ്യത്യസ്ത പ്രവർത്തനങ്ങളോടെ വിദ്യാലയത്തിൽ നടത്തി. വായനാ ദിനത്തിൽ PN പണിക്കർ അനുസ്മരണ പ്രഭാഷണം അധ്യാപകനായ ശ്രീ EA മാർക്കോസ് നടത്തി. വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികളായ അൻവിത K ബിനുവും ഏവൽ മനോജും പ്രസംഗിച്ചു. ഒരാഴ്ച നീണ്ടുനിന്ന പത്രവാർത്താ ക്വിസിന് അന്നേ ദിവസം തുടക്കം കുറിക്കുകയും ചെയ്തു. ഓരോ ദിവസത്തെയും പ്രധാന പത്രവാർത്തകളെ അടിസ്ഥാനമാക്കി അധ്യാപകർ ചോദ്യങ്ങൾ തയ്യാറാക്കി ക്ലാസ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുകയും പിറ്റേന്ന് കുട്ടികൾ ഉത്തരമെഴുതി ഉത്തരപ്പെട്ടിയിൽ നിക്ഷേപിക്കുകയും ചെയ്യും. ശരിയുത്തരമെഴുതിയ മുഴുവൻ കുട്ടികൾക്കും സമ്മാനങ്ങൾ നൽകുകയും ശരിയുത്തരമെഴുതിയ കുട്ടികളിൽ നിന്നും നറുക്കെടുത്ത് ഒരാളെ ആ ദിവസത്തെ വിജയിയായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ജൂൺ 27 മെഗാ പത്രക്വിസ് നടത്തി. കൂടാതെ ക്ലാസ് തലത്തിലും സ്കൂൾ തലത്തിലും വായനാ മത്സരവും നടത്തപ്പെട്ടു. 2024 ജൂലൈ 22 സ്കൂൾ യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നു. വിവിധ സ്ഥാനങ്ങളിലേക്ക് നടന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ കുമാരി അഫായൻ സ്കൂൾ ലീഡറായും മാസ്റ്റർ അഷ്മിൽ ഡെപ്യൂട്ടി ലീഡറായും കുമാരി ജസ CP വിദ്യാരംഗ കൺവീനറായും തെരഞ്ഞെടുക്കപ്പെട്ടു. പരിസ്ഥിതി ക്ലബ്ബ് സെക്രട്ടറിയായി കുമാരി ദുർഗ P ബൈജുവും സയൻസ് ക്ലബ്ബ് സെക്രട്ടറിയായി മാസ്റ്റർ മുഹമ്മദ് ഫാഹിം KPയും ഗണിത ക്ലബ്ബ് സെക്രട്ടറിയായി മാസ്റ്റർ മുഹമ്മദ് അഫ്നാനെയും തെരഞ്ഞെടുത്തു. വിജയികളെ വിദ്യാലയം മധുരം നൽകി അഭിനന്ദിച്ചു. ചെറിയ പെരുന്നാളിന്റെ ചന്ദ്രികത്തിളക്കത്തിൽ ജൂൺ 14 മെഹന്തി ഫെസ്റ്റ് നടന്നു. കുട്ടികളും രക്ഷിതാക്കളും മത്സരത്തിൽ വാശിയോടെ പങ്കെടുത്തു. കുട്ടികൾക്കായുള്ള മത്സരത്തിൽ 5ാം ക്ലാസ്സിൽ റിദ ഫർവിൻ ദുർഗ P ബൈജു ടീം 1ാം സ്ഥാനവും ലെന അഫ്ര ഫാത്തിമ ടീം 2ാം സ്ഥാനവും നേടി. 4ാം ക്ലാസ്സിൽ ജുവൽ മരിയ ഫൈന ടീം 1ാം സ്ഥാനവും ഹനിയ മെഹ്ന ടീം 2ാം സ്ഥാനവും നേടി. 3ാം ക്ലാസ്സിൽ അംന ഹന്ന ടീം 1ാം സ്ഥാനവും അൽഫ ഷെൽവ ടീം 2ാം സ്ഥാനവും കരസ്ഥമാക്കി. രക്ഷിതാക്കൾക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ ശ്രീമതി തുളസി, ശ്രീമതി അസ്ന എന്നിവരടങ്ങുന്ന ടീം 1ാം സ്ഥാനവും ഫൗസിയ ഉനൈസ ടീം 2ാം സ്ഥാനവും നേടി. 2024 ജൂലൈ 21 ചാന്ദ്രവിസ്മയങ്ങളുടെ ചെപ്പു തുറന്ന വിജ്ഞാന വിരുന്ന് വിവിധ പ്രവർത്തനങ്ങളോടെ നടത്തപ്പെട്ടു. ഇന്ത്യയുടെ ചാന്ദ്രദൗത്യമായ ചാന്ദ്രയാനെ പരിചയപ്പെടുത്തുന്ന വീഡിയോ പ്രദർശനം, ശാസ്ത്ര അധ്യാപകരായ പ്രശാന്ത്, ടോമി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ശാസ്ത്ര പരീക്ഷണങ്ങളുടെ പ്രദർശനം, ശാസ്ത്രാധ്യാപകരുമായുള്ള കുട്ടികളുടെ അഭിമുഖം, ചാന്ദ്രദിന ക്വിസ് തുടങ്ങിയവ ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ടു. 3 ടേമുകളിലായി 3 ക്ലാസ് PTA യോഗങ്ങളും ജൂൺ, ജനുവരി മാസങ്ങളിലായി 2 ജനറൽ ബോഡി യോഗങ്ങളുമാണ് ഈ വർഷം നടത്തപ്പെട്ടത്. 80-90% രക്ഷിതാക്കളും ക്ലാസ് PTA യോഗങ്ങളിൽ പങ്കെടുക്കുകയും പഠന പ്രവർത്തനങ്ങൾ പരിചയപ്പെടുകയും കുട്ടികളുടെ വ്യക്തിപരവും പഠന സംബന്ധവുമായ കാര്യങ്ങളെക്കുറിച്ച് അധ്യാപകരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നു. അധ്യാപക രക്ഷകർത്തൃബന്ധം ഊഷ്മളമായി നിലനിർത്താൻ ക്ലാസ് PTA യോഗങ്ങൾ തീർച്ചയായും ഉപകരിക്കുന്നുണ്ട്. SRG യോഗം എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2:30 വരെ SRG യോഗങ്ങൾ ചേരുന്നു. പഠന പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലും ആസൂത്രണവും SRG യോഗത്തിൽ വെച്ച് നടക്കുന്നു. ശ്രീമതി ഷീന തോമസ് SRG കൺവീനറായി പ്രവർത്തിച്ചു വരുന്നു. സ്വാതന്ത്ര്യദിനം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ നാടാകെ വിറങ്ങലിച്ചു നിൽക്കുന്ന നാളുകളിലാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം വന്നത്. ദുരന്തത്തിനിരയായ വയനാടിനോടുള്ള ഐക്യദാർഢ്യം എന്ന നിലയിൽ വലിയ ആഘോഷങ്ങളൊന്നും വേണ്ട എന്നും സുമനസ്സുകളുടെ കയ്യിൽ നിന്നും സ്വീകരിക്കുന്ന സംഭാവനകൾ സമാഹരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാമെന്നും സ്കൂൾ PTA യോഗം തീരുമാനിച്ചു. ദേശീയ പതാക ഉയർത്തൽ, മാസ് ഡ്രിൽ, സ്വാതന്ത്ര്യദിന സന്ദേശം, കുട്ടികളുടെ ദേശഭക്തി ഗാനാലാപനം, പ്രസംഗം, കഥാകഥനം എന്നിവയും പായസ വിതരണവും മാത്രമായി സ്വാതന്ത്ര്യദിനാഘോഷം പരിമിതപ്പെടുത്തി. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന PTA പ്രസിഡന്റിൽ നിന്നും വാർഡ് മെമ്പർ ശ്രീ P മോഹനൻ ഏറ്റുവാങ്ങി. ഈ വർഷത്തെ ഓണാഘോഷവും
ലളിതമായ ഒരു സദ്യ മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു. മഴ തോരാത്ത ഒരു ദുരിത രാത്രിയിൽ ഒരു നാടിനെയാകെ ഉരുളെടുത്തു പോയപ്പോൾ നമ്മൾ എങ്ങനെ ആഘോഷിക്കാനാണ്? ആഘോഷങ്ങളെല്ലാം ഒഴിവാക്കി നമ്മളും വയനാടിനോട് ഐക്യപ്പെട്ടു. തീരാ നോവിൻ്റെ നാളുകളിൽ നിന്നും ജീവിച്ചിരിക്കുന്നവർ മുക്തി നേടട്ടെ എന്ന പ്രാർത്ഥനയോടെ 2024-25 അധ്യയന വർഷത്തെ സ്കൂൾ കലാമേള ചിലമ്പൊലി 2024 ഓഗസ്റ്റ് 30 സംഘടിപ്പിക്കപ്പെട്ടു. ഇന്ദ്രനീലം, പുഷ്യരാഗം, മരതകം, മാണിക്യം എന്നിങ്ങനെ 4 ഗ്രൂപ്പുകളായാണ് കുട്ടികൾ മത്സരങ്ങളിൽ പങ്കെടുത്തത്. കവിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീ അഭിലാഷ് കൈനക്കര കലാമേള ഉദ്ഘാടനം ചെയ്തു. ശ്രീമതി മേരി എമ്മോ, ശ്രീമതി ഷീന തോമസ് എന്നിവർ കലാമേളയ്ക്ക് നേതൃത്വം നൽകി. 63 പോയിന്റുമായി മരതകം ഗ്രൂപ്പ് 1-ാം സ്ഥാനവും 51 പോയിന്റോടെ ഇന്ദ്രനീലം ഗ്രൂപ്പ് 2-ാം സ്ഥാനവും 35 പോയിന്റോടെ പുഷ്യരാഗം ഗ്രൂപ്പ് 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. ഉപ്പട NSS സ്കൂളിൽ വെച്ച് നടന്ന ക്ലസ്റ്റർ ലെവൽ സ്ക്രീനിംഗ് മത്സരങ്ങളിലും കരുളായി KM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സബ് ജില്ലാ മത്സരങ്ങളിലും നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ നേടുകയും ചെയ്തു. ഉപജില്ലാ മത്സരങ്ങളിൽ തമിഴ് പ്രസംഗത്തിൽ അൻവിത കെ ബിനു എ ഗ്രേഡോടെ 3-ാം സ്ഥാനവും, അറബി ഗാനത്തിന് ഫാത്തിമ സ്വാതിക എ ഗ്രേഡോടെ 3-ാം സ്ഥാനവും, സംഘനൃത്തത്തിൽ അവന്തിക, തീർത്ഥ, അലോണ, ജസ്ലി, അനയ, ഡെനിയ, അഫ്രിൻ എന്നിവരടങ്ങിയ ടീം എ ഗ്രേഡോടെ 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. കൂടാതെ ജുവൽ മരിയ കന്നഡ പദ്യം ചൊല്ലലിലും, റിസ ഫാത്തിമ അറബി കയ്യെഴുത്തിലും, ആസി മുഹമ്മദ് അറബി കഥ പറയലിലും, ഡെനിയ ഷിജു നാടോടി നൃത്തത്തിലും, നിയ ഫാത്തിമ അറബി പദനിർമ്മാണത്തിലും, അഷ്മിൽ എൻ അറബി ക്വിസിലും, നിഷ്മൽ കന്നഡ പ്രസംഗത്തിലും, ഫാത്തിമ സ്വാതിക അറബി പദ്യം ചൊല്ലലിലും അറബി ഗാനാലാപനത്തിലും എ ഗ്രേഡ് കരസ്ഥമാക്കുകയുണ്ടായി. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. ഒളിമ്പിയ 2K24 കലാമേളയുടേതുപോലെ തന്നെ 4 ഗ്രൂപ്പുകളായിരുന്നു കായികമേളയിലും. ഒക്ടോബർ 10 നടന്ന കായികമേളയിൽ കുട്ടികൾ വാശിയോടെ പങ്കെടുത്തു. ഹെഡ്മാസ്റ്റർ പതാക ഉയർത്തിയതോടെ മേള ആരംഭിച്ചു. മരതകം ഗ്രൂപ്പ് 1-ാം സ്ഥാനവും പുഷ്യരാഗം ഗ്രൂപ്പ് 2-ാം സ്ഥാനവും ഇന്ദ്രനീലം ഗ്രൂപ്പ് 3-ാം സ്ഥാനവും നേടി. വിജയികൾക്ക് മെഡലുകളും ചാമ്പ്യന്മാരായ ഗ്രൂപ്പുകൾക്ക് ട്രോഫികളും സമ്മാനിച്ചു. അധ്യാപകനായ ശ്രീ സജി ജോൺ നേതൃത്വം നൽകി. മണിമൂളി ക്രൈസ്റ്റ് കിങ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഉപജില്ലാ ശാസ്ത്രമേളയിൽ സയൻസ് ചാർട്ട്, കളക്ഷൻ, ലഘുപരീക്ഷണം എന്നീ ഇനങ്ങളിൽ യഥാക്രമം അലോണ പി ജോ, ഹിമേഷ് ടീമും, ജുവൽ മരിയ, ഫാത്തിമ സ്വാതിക ടീമും, അഷ്മിൽ, തീർത്ഥ ടീമും എ ഗ്രേഡ് കരസ്ഥമാക്കുകയുണ്ടായി. കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ട ചാച്ചാജിയുടെ ജന്മദിനം ഈ വർഷവും കെങ്കേമമായി വിദ്യാലയം ആഘോഷിച്ചു. നെഹ്റു വേഷം ധരിച്ച കുട്ടികൾ മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളുമായി സ്കൂൾ ക്യാമ്പസിൽ ഘോഷയാത്ര നടത്തി. അധ്യാപകനായ ശ്രീ EA മാർക്കോസ് ശിശുദിന സന്ദേശം നൽകി. മികച്ച ചാച്ചാജി വേഷധാരിയായി 3B ക്ലാസ്സിലെ നിഷ്മൽ തെരഞ്ഞെടുക്കപ്പെട്ടു. ചൈൽഡ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൽ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ മുജീബ് മുഴുവൻ കുട്ടികൾക്കും മധുരം വിതരണം ചെയ്തു. ഈ വർഷത്തെ ക്രിസ്തുമസും ന്യൂ ഇയറും നമ്മുടെ വിദ്യാലയത്തിൽ വിപുലമായി ആഘോഷിച്ചു. ക്രിസ്തുമസിന് കുട്ടികളുടെ കരോൾ ഗാനാലാപനവും കേക്ക് വിതരണവും ഉണ്ടായിരുന്നു. സിസ്റ്റർ റോസ്ലിൻ ക്രിസ്മസ് സന്ദേശം നൽകി. ന്യൂ ഇയറിന് മുഴുവൻ കുട്ടികൾക്കും മധുരം വിതരണം ചെയ്തു. ലക്കി സ്റ്റുഡൻ്റായി അൻവിത കെ ബിനുവും ലക്കി ടീച്ചറായി സജി ജോൺ സാറും തെരഞ്ഞെടുക്കപ്പെട്ടു. 1-ാം ക്ലാസ്സിലെ കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങൾക്ക് സഹായകമായ പഠനോപകരണങ്ങളുടെ നിർമ്മാണ ശില്പശാല ജൂൺ ആദ്യത്തിൽ നടന്നു. രക്ഷിതാക്കളുടെ പങ്കാളിത്തം കൊണ്ടും ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം കൊണ്ടും ശില്പശാല മികച്ചു നിന്നു. 1-ാം ക്ലാസ്സിലെ അധ്യാപികമാർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. ഈ അധ്യയന വർഷം മുതലാണ് നമ്മുടെ കുട്ടി ഈ ലിറ്റിൽ ഫ്ലവർ സ്കൂളിലേക്ക് വന്നത്. കഴിഞ്ഞ 1-2 വർഷം വേറെ സ്കൂളിലായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള അവൻ്റെ ആ ഒരു പഠന രീതിയും അതുപോലെ തന്നെ ആൾക്കാരായിട്ടുള്ള പെരുമാറ്റവും എല്ലാ കാര്യത്തിലും ഓരോ വിഷയമാണെങ്കിലും അറബി, ഇംഗ്ലീഷ് എന്തൊരു ഇതാണെങ്കിലും അവനെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മികച്ച തന്നെ ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. വായനക്കൂടാരം ഈ വർഷത്തെ നമ്മുടെ സ്വപ്ന പദ്ധതിയാണ്. ഒരു നാട് മുഴുവൻ വായിക്കുമ്പോൾ അവിടെ വളരുന്ന കുട്ടികളും വായനക്കാരാവുമെന്നും വായനയിലൂടെ വളരുന്ന തലമുറ സാമൂഹിക തിന്മകളിൽ നിന്നും മാറി നിൽക്കുമെന്നും അവർ നാടിനും വീടിനും നന്മ ചെയ്യുന്നവരായി വളരുമെന്നുമുള്ള കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. പദ്ധതിയുടെ ഭാഗമായി സ്കൂളിലെ നിലവിലുള്ള രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമുള്ള 2 ലൈബ്രറികളും വിപുലീകരിച്ചു.
അധ്യാപകരുടെയും സുമനസ്സുകളായ പ്രദേശവാസികളുടെയും സഹകരണത്തോടെ പുതിയ പുസ്തകങ്ങൾ വാങ്ങി. പെരുങ്കുളം, മണക്കാട്, ഭഗവതിമുണ്ട എന്നിവിടങ്ങളിൽ പ്രാദേശിക വായനാക്കൂട്ടങ്ങൾ രൂപീകരിച്ചു. ഓരോ വായനാക്കൂട്ടങ്ങളും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന കൂട്ടായ്മകളാണ്. വായനാക്കൂട്ടങ്ങളുടെ ചുമതലയുള്ള അധ്യാപകർ വിദ്യാലയത്തിലെ ലൈബ്രറിയിൽ നിന്നും അവർക്ക് ആവശ്യാനുസരണം പുസ്തകങ്ങൾ ലഭ്യമാക്കുകയും വായനാക്കൂട്ടങ്ങൾ വായിക്കാൻ ആഗ്രഹമുള്ള ആർക്കും പുസ്തകങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ഇതിന് പ്രത്യേക പ്രവേശന ഫീസോ മാസവരിയോ നൽകേണ്ടതില്ല. കഴിഞ്ഞ 3 മാസമായി വായനാ കൂടാരത്തിന്റെ പ്രവർത്തനം സജീവമായി നടന്നുവരുന്നു. വായനയിലൂടെ വളർന്നുവരുന്ന ഒരു പൊതുസമൂഹത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് നാം നോക്കിക്കാണുന്നത്. ലിറ്റിൽ ഫ്ലവർ കരിനെച്ചി സ്കൂളിൽ വായനാ കൂടാരം പദ്ധതി കൊടുന്നതിൽ വളരെ സന്തോഷമുണ്ട്. വായിക്കാൻ നല്ല ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ കുറച്ച് പുസ്തകങ്ങളെ വായിച്ചിട്ടുള്ളൂ. ഇവിടെ വായനാ കൂടാരം വന്നതിൽ ധാരാളം പുസ്തകം എനിക്ക് വായിക്കാൻ കഴിഞ്ഞു. അതിൽ എൻ്റെ കയ്യിലുള്ള ഒരു പുസ്തകവും ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ വായിച്ചതിൽ KR മീരയുടെ ആരാച്ചാരും ബെന്യാമിൻ്റെ മഞ്ഞവെയിൽ മരണങ്ങളും MT വാസുദേവൻ നായരുടെ മഞ്ഞുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ ഇപ്പോഴും വായിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇത്രയും പുസ്തകം വായിക്കാൻ തന്നതിന് ഈ സ്കൂളിനോടും നന്ദിയുണ്ട്. പ്രിയമുള്ളവരെ, ദീർഘകാലത്തെ അധ്യാപന വൃത്തിക്ക് ശേഷം 2 പേർ നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും പടിയിറങ്ങുകയാണ്. പ്രധാനാധ്യാപകനായ ശ്രീ റെനി വർഗീസ് സാറും ശ്രീമതി മേരി എമ്മോ ടീച്ചറും യൗവനാരംഭത്തിൽ തന്നെ അധ്യാപന വൃത്തിയിൽ പ്രവേശിക്കുകയും 11 വർഷത്തോളം അധ്യാപകനായും 21 വർഷത്തോളം പ്രധാനാധ്യാപകനായും സേവനമനുഷ്ഠിക്കുകയും ചെയ്ത വ്യക്തിയാണ് ശ്രീ റെന്നി വർഗീസ് സാർ. 2020 അദ്ദേഹം നമ്മുടെ വിദ്യാലയത്തിലേക്ക് എത്തുന്നത്. സ്കൂളിന്റെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ശിശു സൗഹൃദപരമാക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. സഹപ്രവർത്തകരോടും രക്ഷിതാക്കളോടും കുഞ്ഞുങ്ങളോടും ഏറെ നിഷ്കളങ്കമായി മാത്രം ഇടപെട്ട ശ്രീ റെന്നി സാർ സേവനകാലം അവസാനിപ്പിച്ച് വിട പറയുകയാണ്. വിദ്യാലയം അദ്ദേഹത്തിന്റെ സംഭാവനകളെ നന്ദിയോടെ സ്മരിക്കുന്നു. കർമ്മകാണ്ഡത്തിലെ അടുത്ത രംഗത്തിലും പ്രശോഭിക്കാൻ സാറിനാകട്ടെ എന്ന് ആശംസിക്കുന്നു. ശ്രീമതി മേരി എമ്മോ ടീച്ചർ ഞങ്ങൾക്ക് മിനി ടീച്ചറാണ്. ടീച്ചറിന്റെ കർമ്മമണ്ഡലം ഏറെക്കുറെ പൂർണ്ണമായും കരുനെച്ചി സ്കൂൾ തന്നെയായിരുന്നു. കുട്ടികളോട് ഏറെ വാത്സല്യത്തോടെയും സഹപ്രവർത്തകരോട് ഏറെ സൗഹൃദത്തോടെയും പെരുമാറിയിരുന്ന മിനി ടീച്ചർ ഏറ്റെടുക്കുന്ന ഏതൊരു ഉത്തരവാദിത്വവും തികഞ്ഞ ആത്മാർത്ഥതയോടെ നിർവഹിക്കുമായിരുന്നു. പുതിയ തലമുറയിലെ അധ്യാപകർക്ക് തീർച്ചയായും മാതൃകയാക്കാവുന്ന ഒരു അധ്യാപികയാണ് മിനി ടീച്ചറെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ടീച്ചറെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ ഒരുപാട് പങ്കുവയ്ക്കാനുണ്ടെങ്കിലും ഇവിടെ അതിനു മുതിരുന്നില്ല. ടീച്ചർ ജീവിതത്തിലെ വലിയൊരു കാലം ഉപയോഗിച്ചത് കരുനെച്ചി ലിറ്റിൽ ഫ്ലവർ സ്കൂളിന്റെ നന്മകൾക്ക് വേണ്ടിയായിരുന്നു. ദീർഘമായ 27 വർഷങ്ങൾ. ഇന്ന് ഇവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ ഞങ്ങൾ ആ ത്യാഗത്തെ നന്ദിയോടെ ഓർക്കുന്നു. പ്രിയമുള്ളവരെ, വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യം സമൂഹത്തിനും രാജ്യത്തിനും നന്മ ചെയ്യാൻ കഴിയുന്ന മികച്ച തലമുറയെ സൃഷ്ടിച്ചെടുക്കുക എന്നതാണല്ലോ. ആ പ്രക്രിയയിൽ ഏറ്റവും പ്രധാന പങ്കാണ് സ്വഭാവ രൂപീകരണ ഘട്ടത്തിൽ കുട്ടികൾ പഠിക്കാനെത്തുന്ന ലോവർ പ്രൈമറി വിദ്യാലയങ്ങൾക്ക് നിർവഹിക്കാനുള്ളത്. തികച്ചും നിർഭയവും സ്വതന്ത്രവുമായി കുട്ടികൾക്ക് ഇടപഴകാൻ കഴിയുന്നതും അവരുടെ ആത്മാഭിമാനത്തെയും വ്യക്തിത്വത്തെയും ബഹുമാനിക്കുന്നതുമായ ഒരു വിദ്യാലയ അന്തരീക്ഷം ഒരുക്കിക്കൊടുക്കുവാൻ അതുകൊണ്ടുതന്നെ നമ്മൾ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട്. നന്മയുള്ള ഒരു തലമുറയെ രൂപപ്പെടുത്തിയെടുക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പുകളാണ് ഓരോ അധ്യയന വർഷവും. പരിമിതികൾക്കും പ്രതിസന്ധികൾക്കും ഇടയിൽ നിന്നുകൊണ്ടുതന്നെ തികഞ്ഞ ഉത്തരവാദിത്വത്തോടെ നമ്മുടെ വിദ്യാലയത്തെ മുന്നോട്ട് നയിക്കാൻ ഈ വർഷവും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാലയത്തിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടിയുള്ള കഠിനാധ്വാനത്തെ പിന്തുണച്ചവരും പ്രോത്സാഹിപ്പിച്ചവരും സഹായിച്ചവരുമായി നിരവധി പേരുണ്ട്. നമ്മുടെ വിദ്യാലയത്തിന്റെ മാനേജരും ബത്തേരി രൂപതാധ്യക്ഷനുമായ മോസ്റ്റ് റവറൻഡ് ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലീത്ത, കറസ്പോണ്ടന്റ് റവറൻഡ് ഫാദർ ജോൺ തളിക്കുന്നേൽ, ലോക്കൽ മാനേജർ റവറൻഡ് ഫാദർ ജോസഫ് കണ്ണംകുളം, നിലമ്പൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ കെ പ്രേമാനന്ദ്, നിലമ്പൂർ BPC ശ്രീ M മനോജ് കുമാർ, എടക്കര ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ OT ജെയിംസ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ശ്രീ P മോഹനൻ, PTA MTA കമ്മിറ്റി അംഗങ്ങൾ, ജനപ്രതിനിധികൾ, കരുനെച്ചിയിലെ നല്ലവരായ നാട്ടുകാർ, രക്ഷിതാക്കൾ, അങ്ങനെ നിരവധി പേർ. എല്ലാവരെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ചർച്ചകൾക്കും വിശകലനങ്ങൾക്കുമായി ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു.